ഫ്ലോക്സ് പൂച്ചെടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും കാലത്തിനിടയിൽ വല്ല പൂന്തോട്ടത്തിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ചെടി നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കണ്ടിട്ടുണ്ടാവും, അതെനിക്കറിയില്ല. പക്ഷേ പേര് വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാൻ പലതവണ നടാൻ നോക്കിയിട്ടുണ്ട്. കാരണം ചിത്രങ്ങൾ നോക്കുമ്പോൾ, ഓൺലൈനായിട്ട് വിത്ത് വാങ്ങാൻ നോക്കുമ്പോൾ ചിത്രങ്ങൾ കാണിക്കുമല്ലോ, വളരെ നല്ല ഭംഗിയുള്ള പല പൂക്കൊലകളായിട്ട് നിൽക്കുന്ന പലതരം കളറിലുള്ള ചെടികളാണ് കാണാറ്. അപ്പോൾ ആ സന്തോഷം കൊണ്ട് ഞാൻ പലപ്പോഴും ഈ ചെടി വാങ്ങിച്ചിട്ടുണ്ട്, ഇല്ല ഈ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട്. 2-3 സെല്ലേഴ്സിൻ്റെ ഇന്ന് ആമസോണിൽ നിന്ന് വാങ്ങിച്ച് നട്ടു നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒന്നുപോലും മുളച്ചിട്ടില്ല. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തവണ ആദ്യമായിട്ട് കുറേ ചെടി മുളച്ച് കിട്ടിയത്. ഇതിപ്പോൾ കുറേ ദിവസമായി, പക്ഷേ അതിൻ്റെ പ്രത്യേക തരത്തിലുള്ള ഇലകളൊന്നും വന്നിട്ടില്ല. എന്നാലും ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് എപ്പോൾ പൂടുന്നൊന്നും അറിയില്ല. ഞാൻ ഇത്തവണ മല്ലി നടന്ന പോലെ ചെടിച്ചട്ടിയിൽ 2 ചാലുണ്ടാക്കിയിട്ട് ആ ചാലുകളിൽ വിതറുക ചെയ്തത്. അതുകൊണ്ടാണിത് 2 ചാല് പോലെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. കുറേ ചെടിയുണ്ട്. ഇതൊന്നും മുഴുവൻ ഒരു ചെടിച്ചട്ടിയിൽ വളരാൻ പറ്റുന്നതല്ല. പിന്നെ ഇത് തിങ്ങി നിൽക്കുന്നതുകൊണ്ട് പറിച്ച് നടൽ അത്ര എളുപ്പമായിരിക്കില്ല. അതുമാത്രമല്ല ഇവിടെ വേറെ ചെടിച്ചട്ടിയൊന്നും ഇല്ല ഇപ്പോൾ തൽക്കാലം. എല്ലാ ചെടിച്ചട്ടിയിലും ചെടിയുണ്ട്. അപ്പോൾ ഇത് ഈ ചെടിച്ചട്ടി തന്നെ വളരട്ടെ. പിന്നെ ഇത് കുറേ തിങ്ങി നിൽക്കുന്നതായിട്ട് തന്നെയാണ് ചിത്രങ്ങൾ കാണിക്കാറ്. കുറേ ചെടികൾ ഒന്നിച്ച് പൂത്ത് വെക്കണതാണ് കാണിക്കാറ്. ബോർഡറിലൊക്കെ വയ്ക്കാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞ് കാണുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും കുറേ ആദ്യമല്ലേ, ഇനിയിപ്പോൾ പറിച്ചെടുത്തിട്ട് കേടായി പോകണ്ട. മുളയ്ക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് മുമ്പ് കണ്ടിട്ടുള്ളത്. തീരെ മുളച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ആദ്യം കുറച്ച് ചെടി ഉണ്ടായി കിട്ടട്ടെ. അത് കഴിഞ്ഞിട്ടാവാം പിന്നത്തെ തീരുമാനങ്ങൾ. പൂടുമോയെന്നറിയണം, എത്ര കാലം കൊണ്ട് പൂടുന്നൊന്നറിയില്ല. വേനൽക്കാലത്ത് മുഴുവൻ പൂണ്ടാവുന്നതാണ് വായിച്ചത്. പക്ഷേ ഇതുവരെ കാണാത്ത ചെടിയായതുകൊണ്ട് എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല.